നമുക്ക് ഡിസ്റ്റൻസ് എങ്ങനെയാണ് ഇവരെ ബീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു റേസിൽ പോകുമ്പോൾ എങ്ങനെയാണ് ഒരാളെ എക്സീഡ് ചെയ്യുമ്പോൾ വരുന്ന ഡിഫറൻസ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇതും ഈസിയാണ്. എക്സാമിന്റെ ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു റേഷ്യോനെ പറ്റിയുള്ള ഒരു ബോധം അതുപോലെ തന്നെ ആ ഫോർമുല എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരുന്നത് വളരെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എൻട്രി MBA എക്സാംസ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ കാറ്റ് എക്സാംസിലെ കുറച്ച് ക്വാണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു 5 സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ബിക്കോസ് ക്വാണ്ട് ഇപ്പൊ ഭയങ്കരമായിട്ട് ഹീറ്റപ്പ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ഇപ്രാവശ്യം ഭയങ്കര ടഫ് ആയിരുന്നു. അപ്പൊ നമുക്ക് ക്വാണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ, in a car race, a car beats a car A beats a car B by 45 kilometer. അപ്പോ ഒരു കാർ റേസ് ആണ്. A, B, അതുപോലെ തന്നെ C ഉണ്ട് അല്ലേ? And car B beats car C by 50 kilometer and car A beats car C by 90 kilometer. അപ്പൊ നമുക്ക് A എങ്ങനെയാണ് ബീറ്റ് ചെയ്യുന്നതെന്ന് ഫസ്റ്റ് നോക്കാം. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് ഡാറ്റ മൊത്തം കൺഫ്യൂഷൻ ആവും. അപ്പൊ എന്റെ എടുക്കുമ്പോൾ ബീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഡിസ്റ്റൻസ് D ആന്ന് വിചാരിച്ചു. അപ്പൊ B എന്ന് പറയുന്നത് D - 45 ആവും. എന്ന് വെച്ചാൽ 45 കിലോമീറ്റർ ബാക്കിലാണ് മറ്റേത് ബീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ എനെ കൺസിഡർ ചെയ്യുമ്പോൾ C എന്തായിരിക്കും? D - 90 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു റേറ്റ് കൊടുത്തിരിക്കുന്നു പറഞ്ഞാൽ എന്താ വേറെ കൊടുത്തിരിക്കുന്നത്? B beats C by 50 kilometer. ഓക്കെ, അപ്പൊ C എന്ന് പറയുന്നത് ഇവിടെ എന്താ? D - 50 ആവും. ഇത് കമ്പാരിസൺ വെച്ചുള്ള ഡാറ്റയാണ് അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്ത് നമുക്ക് ഡിസ്റ്റൻസ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഡിസ്റ്റൻസ് എങ്ങനെയാണെന്നാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ദ ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റർ ഓവർ വിച്ച് ദ റേസ് ഹാസ് ബീൻ കണ്ടക്റ്റഡ് ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഓപ്ഷൻസ് 500, 475, 550 അതുപോലെ 450 ഉണ്ട്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് കമ്പാരിസൺ ഡാറ്റയാണ്. അപ്പോ നമുക്ക് ഡിസ്റ്റൻസ് എങ്ങനെയാണ് ഇവരെ ബീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു റേസിൽ പോകുമ്പോൾ എങ്ങനെയാണ് ഒരാളെ എക്സീഡ് ചെയ്യുമ്പോൾ വരുന്ന ഡിഫറൻസ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, റേഷ്യോ ആണ് നമ്മൾ എടുക്കേണ്ടത്. റേഷ്യോ വെച്ചല്ലാതെ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം 2 സ്പീഡുകളുടെ റേഷ്യോ ആണ് എടുക്കേണ്ടത്. ഓക്കെ, സ്പീഡ് ഓഫ് B ടു സ്പീഡ് ഓഫ് C. അപ്പൊ നമുക്ക് ആദ്യത്തേൽ നമ്മൾ പറഞ്ഞു D - 45 by D - 90 is equal to D by D - 50. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സമ്മാണ്. കാറ്റ് ക്വസ്റ്റ്യൻസിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സമ്മാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ സോൾവ് ചെയ്യാത്തത്. ഓക്കെ, D by D - 50 is equal to 45 by 40. 45 by 40. ഇത് നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ 40Dയും 45Dയും -50 into 45 വരും. അങ്ങനെ ഫൈനലി നിങ്ങൾക്ക് Dന്റെ വാല്യൂ എന്ന് പറയുന്നത് 450 ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് ഈ ഒരു പാർട്ട് മാത്രം ഇവിടെ അറിഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഞാൻ നേരത്തെ വരച്ച ആ ഡയഗ്രത്തിൽ ഇവർ ബീറ്റ് ചെയ്യുമ്പോൾ D - 45ഉം D - 90ഉം അതുപോലെ Dയും D - 50. അപ്പൊ റിലേറ്റീവ് ആയിട്ടുള്ള ഇവര് സ്പീഡുകൾ പോകുന്നതിന്റെ ആ ഒരു റേഷ്യോ ആണ് നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ സം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വൺ ഓഫ് ദി ഈസിയസ്റ്റ് സം ഇൻ ദ കാറ്റ് എക്സാമിനേഷൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ 7th ക്വസ്റ്റ്യൻ വായിക്കാം. The 10 years ago, the ages of the members of joint family of 8 people added up to 231. Okay, അപ്പൊ ഈ ക്വസ്റ്റ്യൻസിൽ ന്യൂമറിക്കൽസ് നമ്മൾ നോക്കണം. ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് സെയിം സാധനം തന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് ക്വസ്റ്റ്യനിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 3 years later, അപ്പൊ നമ്മള് 10 ഇയറിലെ ഒരു സംഭവമാണ് എടുക്കുന്നത്. 8 മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമിലിയാണ്. 231 ആണ് അവരുടെ ഏജിന്റെ സം. ഓക്കെ, അത് കഴിഞ്ഞ് 3 years later എന്ന് പറയുമ്പോൾ 7 years വരുമ്പോൾ ഇവരെ സം എന്ന് പറയുന്നത് എന്താവും? എല്ലാവർക്കും 3 years കൂടൂല്ലേ? അപ്പൊ ഒരു 24 ആഡ് ആവും. അപ്പൊ ഇത് 255 ആവും. ഓക്കെ, ഈ സമയത്ത് ഇവിടെ എന്താ ഉണ്ടാവുന്നേ നോക്കൂ. ഒരു 60 year old ആയിട്ടുള്ള ആള് ഇവിടെ മരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ബേബി ബോൺ ചെയ്തിട്ടുണ്ട്, ഒരു ചൈൽഡ് ബോൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ 7 മെമ്പേഴ്സ് ആവേണ്ടതായിരുന്നു. പക്ഷെ ഒരു ബേബി ബോൺ ചെയ്തുകൊണ്ട് 8 മെമ്പേഴ്സ് ആയി. അതുപോലെ തന്നെ 60 year old ആള് മരിക്കുന്നുണ്ട്. ഇത് 195 ആയി. ഓക്കെ, അപ്പൊ ഇതാണ് 7 years കഴിഞ്ഞപ്പോഴുള്ള ഡാറ്റ. അത് കഴിഞ്ഞ് ഈ പ്രോസസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ വീണ്ടും 3 years കഴിയുന്നു എന്ന് പറയുമ്പോൾ 4 years ആയിരിക്കും. 4 years ആയിരിക്കും. ഓക്കെ, 4 years ആകുമ്പോ എന്താ നടക്കുന്നത്? വീണ്ടും ഒരു 195 ഒരു 3 years ആഡ് ആണ്. അപ്പൊ 24 ഇവിടെ വീണ്ടും ആഡ് ചെയ്യാണ്. അപ്പൊ ഇവിടെ 219 വരും. ഓക്കെ, അവിടെ 8 മെമ്പേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, 8 മെമ്പേഴ്സ് ഉണ്ടായിട്ട് അതുപോലെ തന്നെ ഒരു മെമ്പർ ഇപ്പൊ വീണ്ടും മരിക്കുകയാണ്. 60 year ആയിട്ടുള്ള ഒരു മെമ്പർ വീണ്ടും മരിക്കുകയാണ്. അതുപോലെ തന്നെ
3 years എല്ലാവർക്കും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ടോട്ടലി നമുക്ക് 60 മൈനസ് ചെയ്യും വേണം, ഒരു 24 ആഡ് ചെയ്യും ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 159 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ വീണ്ടും 8 മെമ്പേഴ്സ് ആയി, ഇതുപോലെ 7 വന്നിട്ട് വീണ്ടും 8 എത്തി. ഓക്കെ, അപ്പൊ നമുക്ക് 159 ആണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ 8 മെമ്പേഴ്സ് ആണ്. നമുക്ക് ആവറേജ് ഏജ് നോക്കുമ്പോൾ ഇവിടെ 169/8 ചെയ്യുമ്പോൾ 20 പോയിന്റ് സംതിങ് ആണ് വരുന്നത് അല്ലെ, 20 പോയിന്റ് സംതിങ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്, നമുക്ക് കറന്റ് സിനാരിയോയില് ഈ ഫാമിലിയിലെ ഒരു ആവറേജ് ഏജ് ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് അതിൽ 20 + 4 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും. അങ്ങനെ 24 ആണ് നമ്മുടെ ആൻസർ. ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം, ബിക്കോസ് സൈമൾട്ടേനിയസ് ആയിട്ട് ക്വസ്റ്റ്യനിൽ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ ഇവിടെ ഞാൻ സ്റ്റെപ്പ് വൈസ് എഴുതിയിട്ടുണ്ട്. 231 + 8 × 3 പറയുന്നുണ്ട്, അപ്പൊ 255 ആവും. അത് കഴിഞ്ഞിട്ട് പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നതും പറയുന്നുണ്ട്. ഓക്കെ, 159 ആവും. അതുപോലെ തന്നെ ആഡ് ചെയ്യും. അങ്ങനെ നമുക്ക് 24 years ആവും ഫൈനലി. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആവറേജസിന്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ആണ്, കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. A class consists of 20 boys and 30 girls. ഒരു ക്ലാസ്സിൽ 20 ബോയ്സ് ഉണ്ട്, 30 ഗേൾസ് ഉണ്ട്. അപ്പൊ നമുക്ക് ബോയ്സ് എടുക്കാം, ഗേൾസ് എടുക്കാം. ഓക്കെ, അവിടെ പറയുന്നത് ഒരു മിഡ് സെമസ്റ്ററിന്റെ അവസ്ഥയാണ്. മിഡ് സെമസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു മിഡ് ഇയറിന്റെ സമയത്ത് ഉണ്ടാവുന്ന സംഭവമാണ്. The average score of the girls was 5 higher than that of the boys. അപ്പൊ ആവറേജ് സ്കോർ ഇവിടെ A+5 ആണ് ആവുന്നത് മിഡ് ഇയറിൽ. ഓക്കെ, ഇത് A ആണെങ്കിൽ ഇവിടെ A+5 ആണ്. ഇവിടെ 20 ബോയ്സ് ആണ്, ഇവിടെ 30 ഗേൾസ് ആണ്. നിങ്ങൾ ഈ കാൽക്കുലേഷൻ നന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, ഫൈനൽ എക്സാമിന്റെ സമയത്ത് ഈ ആവറേജ് സ്കോർ ഗേൾസിന്റെ ഡ്രോപ്പ് ചെയ്യും by 3. അപ്പൊ ഇതെന്താവും, A+2 ആവും. ഓക്കെ, വിത്ത് ആൻ ആവറേജ് സ്കോർ ഓഫ് ദ എൻറ്റയർ ക്ലാസ് ഇൻക്രീസ് ചെയ്യും by 2. അപ്പൊ എൻറ്റയർ ക്ലാസിന്റെ ആവറേജ് സ്കോർ ഇൻക്രീസ് ചെയ്ത് 2 ആയിട്ട് കൂടും. ഓക്കെ, അപ്പൊ ടോട്ടൽ സ്കോറിന്ന് ആവറേജ് സ്കോർ 2 ആയിട്ട് കൂടും. ആൻഡ് ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ ദ ആവറേജ് സ്കോർ ഓഫ് ദ ക്ലാസ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഇനി ആവറേജ് സ്കോർ ഓഫ് ബോയ്സിൽ ഉണ്ടാവുന്നതിനുള്ള ചേഞ്ച് ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നോക്കേണ്ടത്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: 9.5, 10, 4.5, 6. ഓക്കെ, അപ്പൊ നമ്മൾ ബോക്സ് ആയിട്ട് എഴുതാൻ നമുക്ക് കുറച്ചുകൂടെ ഈസിയാണ്. ആവറേജ് സ്കോർ എഴുതുക. ഫസ്റ്റ് വൺ A ആണ്, ഗേൾസിന്റെ കേസിൽ A+5 ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ സ്കോർ നമുക്ക് ആവറേജ് കിട്ടണമെങ്കിൽ ആവറേജ് സ്കോറിന്റെ ടോട്ടൽ നമ്പർ ചെയ്യുമ്പോൾ കിട്ടും. അപ്പൊ 20A കിട്ടും. ഇവിടെ 30A + 150 ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഫൈനൽ ടേമിൽ എന്താണ്, ഇവിടുത്തെ ഡാറ്റ നമുക്ക് അറിയില്ല. ഈ ഡാറ്റ നമുക്കറിയാം, ഇത് 3 ആയിട്ട് കുറയും. അപ്പൊ ഇത് A+5 3 ആയിട്ട് കുറയുമ്പോൾ A+2 ആവും. അപ്പൊ നമ്മുടെ സം എത്രയാവും, 30A + 60 ആവും. ഓക്കെ, പിന്നെ നമുക്കറിയാം ടോട്ടലി സ്കോർ എങ്ങനെയാണ് കൂടിയിരിക്കുന്നത്. ടോട്ടലി സ്കോർ എന്ന് പറയുന്നത് A+5 ആണ്. ഓക്കെ, ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് A+5 ആണ്. A+5 × 50 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മൾ ടോട്ടൽ ആവറേജ് സ്കോർ കിട്ടും. ഓക്കെ, നമുക്ക് അത് നെക്സ്റ്റ് ടേബിളിൽ സോർട്ട് ചെയ്തിട്ട് എഴുതിയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ടോട്ടൽ സ്കോർ ഇവിടെ A+5 × 50 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, 50A + 250 കിട്ടും. ഓക്കെ, ഗേൾസിന് നമുക്ക് ഓൾറെഡി കിട്ടി 30A + 60 എന്നുള്ളത് നമുക്ക് പ്രോബ്ലത്തിൽ നിന്ന് ഓൾറെഡി കഴിഞ്ഞ ഇതിന്ന് കിട്ടി. ഓക്കെ, ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത്, ബോയ്സിന്റെ റേഷ്യോ കിട്ടും. ഓക്കെ, ബോയ്സിന്റെ റേഷ്യോ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ 50A ന്ന് 30A മൈനസ് ചെയ്യുമ്പോൾ 20A കിട്ടും. 250 ന്ന് 60 മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 190 കിട്ടും. ഓക്കെ, ഇതാണ് ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആവറേജ് സ്കോർ ആണ് കണ്ടുപിടിക്കുന്നത്. ടോട്ടൽ സ്കോർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടി. ഇനി സ്കോർ ഓഫ് ബോയ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനെന്ത് ചെയ്യണം, നിങ്ങൾ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ബൈ 20 ചെയ്യണം. ഡിവൈഡ് ബൈ 20 ചെയ്യുമ്പോൾ ഇവിടെ കട്ട് ചെയ്ത് പോകും. A + 9.5 എന്ന് വരും. അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് നമുക്ക് എടുത്തു നോക്കാം. ഓപ്ഷൻസിൽ എന്താണ് എടുക്കുന്നത്, 9.5 ആണ് ആൻസർ. അപ്പൊ ഒരു ഇൻക്രീസ് ഉണ്ടാവും ബോയ്സിന്റെ സ്കോറിൽ ഓവറോൾ എടുക്കുമ്പോൾ 9.5. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ 4th ക്വസ്റ്റ്യൻ വായിക്കാം. ഓക്കെ, 4th ക്വസ്റ്റ്യനിൽ എന്താണുള്ളത്, ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് നോക്കാം. 3 മെഷീൻസ് ഉണ്ട്, A, B and C can be used to produce a product. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ A, B, C 3 മെഷീൻസ് ആണ് ഉപയോഗിക്കുന്നത്. ആ മെഷീൻ A will take 60 hours. അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങൾ നോക്കണം. മെഷീൻ A എടുക്കുന്നത് 60 hours ആണ് to produce a million unit. അപ്പൊ million unit പ്രൊഡ്യൂസ് ചെയ്യാനാണ് 60 hours എടുക്കുന്നത്. B is twice as fast of machine A. അപ്പൊ twice as fast എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, B is equal to 30 hour ആയിരിക്കും. ഓക്കെ, and the machine C will take the same amount of time to produce a million amount A and B. A യും B യും കൂടിയുള്ളതാണ് ഇതെടുക്കുന്നത്.
സി എടുക്കുന്നത്. അപ്പൊ നമുക്ക് ടോട്ടൽ യൂണിറ്റ് 60 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 60 യൂണിറ്റ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഒരു അവറിൽ എ വർക്ക് ചെയ്യുന്നത് 1 യൂണിറ്റ് ആയിരിക്കും. ബി ഭയങ്കര ഫാസ്റ്റ് ആയതുകൊണ്ട് ബി വർക്ക് ചെയ്യുന്നത് 2 യൂണിറ്റ്സ് ആയിരിക്കും. ഇത് എ, ഇത് ബി. ഈ സി വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ആണ്, അതായത് 3 യൂണിറ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു അവറിൽ 3 മെഷീൻസ് കൂടെ വർക്ക് ചെയ്യുന്നത് എത്ര യൂണിറ്റ് ആയിരിക്കും? 6 യൂണിറ്റ് ആയിരിക്കും ഒരു അവറിൽ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് ക്വസ്റ്റ്യൻ എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? ഹൗ മച്ച് ടൈം വിൽ ബി റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എ മില്യൺ യൂണിറ്റ് ഓഫ് 3 മെഷീൻസ് ആസ് യൂസ് സൈമൾട്ടേനിയസ്ലി. ഓക്കെ, സൈമൾട്ടേനിയസ്ലി ഈ 3 മെഷീൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ എത്ര ടൈം എടുക്കും നമുക്ക് ആ ഒരു ടോട്ടൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ? അപ്പൊ നമ്മൾ ഇവിടെ ടോട്ടൽ യൂണിറ്റ്സ് 60 ആയിട്ട് എടുത്തേക്കുന്നത്. 6 യൂണിറ്റ് ആണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 60/6 ചെയ്യുകയാണെങ്കിൽ 10 hours കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ സം സോൾവ് ചെയ്തു. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ഒരു സം ആണ്. 10 hours ആണ് നമുക്ക് ഇവിടുത്തെ ആൻസർ കിട്ടുന്നത്. ഓക്കെ, നമുക്ക് എഫിഷ്യൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, വർക്ക് ആൻഡ് എഫിഷ്യൻസിയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വർക്കിന്റെ എഫിഷ്യൻസിയുടെ ക്വസ്റ്റ്യൻ എപ്പോഴും കാറ്റ് മാത്രമല്ല എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും വളരെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഏരിയ ആണ്. ഓക്കെ, നമുക്ക് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിസ്റ്റൻസ് ഫ്രം ബി ടു സി ഈസ് ത്രൈസ് ഫ്രം എ ടു ബി. ഓക്കെ, ഇപ്പൊ എ ബി സി ആന്ന് വിചാരിച്ചു. ഇവിടെ ത്രൈസ് ആണ്. ബി ടു സി എന്ന് പറയുന്നത് 3D ആണ്, ഇത് D ആണ്. ഓക്കെ, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഓക്കെ, 2 trains are traveling from A to C through B. 2 trains ആണ് പോകുന്നത്. അപ്പൊ നമുക്ക് T1 T2 എന്ന് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ സ്പീഡ്സിനെ പറ്റി നോക്കാം. ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ 2 is double that of train 1 while traveling from A to B. ഇവിടെ 2s ആണ്, ഇവിടെ s ആണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റിൽ ഇത് ഇന്റർചേഞ്ച് ചെയ്യാണ്. സ്പീഡ് ആർ ഇന്റർചേഞ്ച് വൈൽ ദ ട്രാവലിംഗ് ഫ്രം ബി ടു സി. അപ്പൊ ഇവിടെ 2s ഉം ഇവിടെ s ആണ് വരിക. ഓക്കെ, സോ ദ റേഷ്യോ ഓഫ് ദ ടൈം ടേക്കൺ ബൈ ദ ട്രെയിൻ 1 to that to time taken by 2 in traveling from A to C. അപ്പൊ നമുക്ക് ഇതിന്റെ റേഷ്യോസ് ആണ് എടുക്കേണ്ടത്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം റേഷ്യോസ് എങ്ങനെയാ വരുന്നതെന്ന്. അപ്പൊ ഞാൻ വരച്ച ഡയഗ്രാം ഇതായിരുന്നു. ട്രെയിൻ ഉണ്ട്, A B C ആണ്, D ആണ്, ഇവിടെ 3D ആണ്, ഇവിടെ S ആണ്, ഇവിടെ 2s ആണ്. ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ 2s ഉം ഇവിടെ s ഉം ആണ്. ഇത് നമ്മൾ ഈ ഫിഗറിന് തന്നെ നമുക്കിത് ക്ലിയർ ആയിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ റേഷ്യോസ് എടുക്കുകയാണ്. റേഷ്യോ ഓഫ് ടൈം എന്ന് പറയുന്നത് നമ്മൾ 2 ടൈമും കൂടെ എടുക്കുക. അപ്പൊ ആദ്യത്തെ കേസിൽ s ആയിരിക്കും ട്രെയിൻ 1ന്റെ, പിന്നെ 2s ആയിരിക്കും. അപ്പൊ D/s plus 3D ആണ് അടുത്ത ടൈം. ഇതൊന്നുമില്ല, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്, ടൈമിന്റെ ബേസിക് ഇക്വേഷൻ ആണ്. രണ്ടാമത്തെ കേസും എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിനെ ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് നിങ്ങൾ LCM എടുക്കുക, ഇവിടുന്ന് LCM എടുക്കുക. അപ്പൊ ഇത് 5D ആയിരിക്കും by 2s, അതുപോലെ 7D/2h ആവും. 2s കട്ട് ചെയ്ത് പോവും. ഇത് 5/7 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5:7. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതും ഈസിയാണ്. എക്സാമിന്റെ ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു റേഷ്യോനെ പറ്റിയുള്ള ഒരു ബോധം, അതുപോലെ തന്നെ ആ ഫോർമുല എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരുന്നത് വളരെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ നോക്കിയത്. ഓക്കെ, അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ആണ് ടഫ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് എൻട്രിയുടെ ക്ലാസ്സസ് ത്രൂ കുറച്ചുകൂടി ഈസി ആയിട്ട് ക്വാണ്ടിറ്റേറ്റീവ് പഠിക്കാം. അപ്പൊ താങ്ക് യു ഗൈസ്.